ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറച്ചല്ല കേട്ടോ, കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെച്ചു. ബാക്കി കുറച്ച് അച്ചാർ ഉണ്ടാക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കഴുകി വൃത്തിയാക്കി വെച്ച മീൻ 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ ഉണ്ടാക്കാൻ കുഞ്ഞമത്തി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വലിയ മത്തിക്ക് കുറച്ച് മുള്ള് കൂടുതലായിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അച്ചാർ എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് എരിവ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മത്തിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഇനി അരപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, കുരുമുളക്, മുളക് പൊടി ഇവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അത് ഈ മത്തിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പ് 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ബാക്കി നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ അരപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് വെക്കുക. ഇനി അടുത്തതായി മീൻ പൊരിച്ചെടുക്കാം. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് മീൻ പൊരിക്കാനായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് വെള്ള ചീനാമുളകില്ലേ, നമ്മുടെ കാന്താരി മുളക്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ചീനാമുളക് വെറുതെ സുർക്കയിലിട്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ ചീനാമുളകിൻ്റെ എരിവും മണമൊക്കെ ഈ അച്ചാറിൽ ഒന്നും കൂടെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാർ കഴിക്കാനായിട്ട്. ഇപ്പോൾ മീനൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് മുളകൊക്കെ ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ പരുവത്തിലായിരിക്കണം കേട്ടോ. ഇനി ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനുണ്ട്. ഇപ്പം മത്തിൻ്റെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ മൊരിയിപ്പിച്ചെടുക്കണം. ആ മുളകൊക്കെ കണ്ടില്ല, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അടുത്തതായി ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഞാൻ മീൻ പൊരിച്ച അതേ ചട്ടിയിൽ തന്നെയാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, വലിയ ജീരകം, മുളക് പൊടി ഇവ ചേർത്ത അരപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കാനുള്ളത്. അച്ചാറിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തീ നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ഒന്ന് മത്തിയിലാവുന്ന വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊട്ടിപ്പോകും എന്നുള്ള പേടി വേണ്ട. അത് നന്നായിട്ട് നമ്മൾ മൊരിയിപ്പിച്ചെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഒന്നുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോറിൻ്റെ കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒരു കുപ്പിയിലാക്കി വെക്കുക. ഇപ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴായിരിക്കും ഈ അച്ചാറിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ മത്തി അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.